ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. COVID-19 കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ, അല്ലേ? അത്രയും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് വാക്കുകൾ, എന്താണ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് പറയാനുള്ള ഒരു ശ്രമമാണ്. ആക്ച്വലി RT-PCR ടെസ്റ്റ് നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് RT-PCR ടെസ്റ്റ്. എന്താണ് RT-PCR ടെസ്റ്റ്? അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കലാണ്. അതിനെ ഒരു ലേമാനെ മനസ്സിലാക്കാൻ, ഒരു സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തത് ബ്രദേഴ്സ് ലൈബ്രറി പുഞ്ചപ്പാടം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അപ്പോ ആദ്യം RT-PCR എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അധികം ടെക്നിക്കലേക്ക് പോവില്ല, നമുക്ക് മാക്സിമം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ജനറ്റിക് മെറ്റീരിയൽ? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തെയും, ഓരോ സെല്ലിന്റെ പ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരാൾ. DNA, RNA എന്നുള്ള കുറെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് DNA, RNA എന്നൊക്കെ നോക്കാം. അപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ, ഒരു ക്യാപ്റ്റൻ, അല്ലെ? അദ്ദേഹമാണ് അവിടുന്ന് എല്ലാം നിയന്ത്രിക്കുന്നത്. എന്താണ് നമ്മൾ, വാട്ട് വി ആർ എന്നടങ്ങുന്നത് ഒരു ജനിതക രഹസ്യം കൂടിയാണ് ജനറ്റിക് മെറ്റീരിയൽ. അത് DNA, RNA ഇതെല്ലാം ജനറ്റിക് മെറ്റീരിയലാണ്. നമ്മുടെ കേസിൽ നമ്മൾ എന്ന് പറയുന്നത് അനിമൽസ്, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഇതെല്ലാവരുടെയും ജനിതക അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. നമ്മുടെ കോവിഡിന്റെ കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ കൊറോണ വൈറസിനെ കുറിച്ച് വരുമ്പോൾ, അവരുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. എന്താണ് DNA, RNA? സ്ട്രക്ചറിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ല ഒരു കോണി ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്നത്? അതെ, ഒരു കോണി, ഒരു ഗോവണി ഷേപ്പ്, ലാഡർ ഷേപ്പിൽ 2 സ്ട്രാൻഡ് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്ക് മെല്ലെ മെല്ലെ മനസ്സിലാക്കാം. ഓക്കെ, DNA ഒരു ഡബിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. എന്താണ് ന്യൂക്ലിക് ആസിഡ്? നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എല്ലാം കേട്ടിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു ഘടകമാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന റൈബോസ് ഷുഗർ എന്ന് പറയും. അത് RNA കേസിലാണ് ഡീഓക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് DNA. ഇതിൽ മറ്റു ഘടകങ്ങളുമുണ്ട്. 2 കണ്ടോ, അവർ തമ്മിൽ ജോയിനിങ് ഉണ്ട്. ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ നമ്മൾ ഇത് മാത്രം മനസ്സിലാക്കുക. DNA, RNA ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് RNA. ഓക്കെ, നമ്മുടെ ശരീരത്തില്, ഏതൊരു ശരീരത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ സെല്ല്, നമ്മുടെ പ്രവർത്തനം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് DNA കാര്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ DNA എന്താണ് DNA ചെയ്യുന്നത് വെച്ചാൽ, DNA-യിലുള്ള വിവരങ്ങൾ, ഇൻഫോർമേഷനുകളെ RNA ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ RNA പ്രോട്ടീനുകളാക്കി മാറ്റുന്നു. ഒരു സെല്ലിന് ഏറ്റവും ബേസിക് ഫംഗ്ഷൻ പ്രോട്ടീനുകൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ജനറലി. ഓക്കെ, അപ്പോൾ DNA RNA ആവുന്നു, RNA പ്രോട്ടീൻ ആവുന്നു. ഈ ഒരു പ്രോസസ്സുകൾ എങ്ങനെയാണ്, നമുക്ക് ഓരോ പേര്, നമുക്ക് ഓരോ ടേമുകളുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. DNA RNA ആക്കുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. RNA പ്രോട്ടീൻ ആക്കുന്നു എന്നതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. DNA-യിലുള്ള ഇൻഫോർമേഷൻസ് RNA ആവുന്നു, RNA അത് പ്രോട്ടീൻ ആവുന്നു. എക്സ്പ്രഷൻ നടക്കുകയാണ്, അവിടെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. ഓക്കെ, അപ്പൊ DNA RNA ആവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, RNA പ്രോട്ടീൻ ആവുന്നത് ട്രാൻസ്ലേഷൻ. അവിടെ നമുക്ക് RNA പോൾ എന്നൊരു വാക്കാണ്, RNA പോളിമറൈസ് എന്ന എൻസൈം ആണ്. അല്ലെങ്കിൽ എൻസൈം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രോട്ടീൻ ആണ്. ഓക്കെ, എന്ന എൻസൈം ഉപയോഗിച്ചിട്ടാണ് DNA RNA ആക്കി മാറ്റുന്നത്. ഇതൊരു ജനറൽ വേയിൽ മാത്രം ആലോചിച്ചാൽ മതി, ആരും ഡീപ്പിലേക്ക് ചിന്തിക്കേണ്ട. ഓക്കെ, DNA RNA ആവുന്നു, RNA പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പുതിയ കുറച്ച് ടേമുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പറും എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം നോട്ട് ചെയ്യുക, എന്താണെന്നുള്ളത് ഫർദർ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുകയാണ്. RNA DNA ആക്കിയ എങ്ങനെയോ RNA DNA ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ ഇവിടെ DNA RNA ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ റിവേഴ്സ്, സോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. RNA DNA ആവുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അതിന് ഉപയോഗിക്കുന്ന എൻസൈം അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം. കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെ?
RT-PCR RT റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. യെസ്, അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR. RT-PCR RT നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യുന്നു. DNA, RNA എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡുകളാണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA. നമ്മൾ എന്ന് പറയുന്നത് അനിമൽസിന്റെ ജനറ്റിക്, അനിമൽസ്, പ്ലാന്റ്സ്, ബാക്ടീരിയ ആയിക്കോട്ടെ, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. RNA, വൈറസുകൾക്ക് DNAയും RNAയും ചിലപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ആവും. നമ്മളിവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഇതിലെ SARS-CoV-2 എന്ന് COVID-19 എന്ന രോഗം പരത്തുന്ന വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അവിടെ വൈറസുകൾക്ക് RNA ഡയറക്റ്റ് പ്രോട്ടീനിലേക്ക് എളുപ്പമാണ്. അവിടെ ഒരു സ്റ്റെപ്പ് ബൈപ്പാസ് ചെയ്യാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് അനിമൽസിൽ അല്ലെങ്കിൽ നമ്മുടെ DNA ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത് അങ്ങനെ DNA RNA ആക്കണം, RNA പ്രോട്ടീൻ ആവണം. ഇവിടെ വൈറസുകളുടെ കാര്യത്തിൽ RNA പ്രോട്ടീൻ ആവും. അപ്പോൾ അവരുടെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ. ഓക്കെ, അവരുടെ സ്ട്രക്ചർ നമ്മൾ വന്ന് ഡബിൾ സ്റ്റാൻഡേർഡ്, RNA എന്ന് പറയുന്നത് DNA ഡബിൾ സ്റ്റാൻഡേർഡ്, RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? DNA RNA വന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിച്ചു. തിരിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, RNA DNA ആക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ആ എൻസൈം എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ആ എൻസൈം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? പ്രോട്ടീൻസ്. ഓക്കെ, ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, എന്തിനാണ് RNA DNA ആക്കുന്നത്? യെസ്, വഴി നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് RT. നമ്മൾ RT-PCR RT എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR എന്താണെന്ന് നോക്കാം. ഇതെന്താണ്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA. കുറച്ച് ലെറ്റേഴ്സ് വരുന്നുണ്ട്. എന്താണ് ആ ലെറ്റേഴ്സ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. DNAയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA റൈറ്റ് സൈഡിൽ കാണാം. അത് കണ്ടോ? ATGC TACG. അതായത് ഈ ATGC എന്ന് പറയുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് കോഡുകൾ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയോടൈഡുകളെ കൊണ്ടാണ് DNA ഈ ഡബിൾ സ്റ്റാൻഡേർഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്, പെയർ ചെയ്തിരിക്കുന്നത്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ യുമായിട്ട് മാത്രമേ പെയർ ആവുള്ളൂ. G ഓൺലി പെയർസ് വിത്ത് C. അപ്പോ AT ആയിട്ട് ഡബിൾ ബോണ്ട്, എന്താണ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അതിനെക്കുറിച്ച് ബോധേടാവേണ്ട. അതൊരു വീക്ക് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അത് ഡീപ്പായിട്ട് അറിയുന്നവർക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മാത്രം അത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതി. A pairs with T, G only pairs with C. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്തിട്ടുണ്ട്. ഓക്കെ, AATT ഒരു സീക്വൻസ്, റാൻഡംലി എടുത്ത ഒരു സീക്വൻസ്, ഒരു ശ്രേണി. ഓക്കെ, AATT എന്നുള്ള ഒരു ശ്രേണി. അപ്പോൾ A എന്നായതുകൊണ്ട് അവിടെ അടിയിൽ അവർ സെക്കൻഡ് സ്റ്റാൻഡ് ബന്ധിപ്പിച്ചിരിക്കുന്നത് T അല്ലെ, കാണുന്നില്ലേ? G ഓൾ പെയർസ് വിത്ത് C. ഓക്കെ, ഇത് മനസ്സിലായി. അപ്പോൾ അതൊരു നോൺ സീക്വൻസ് ആണ്, നമുക്ക് അറിയുന്ന ഒരു ശ്രേണിയാണ്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താണ് PCR അവിടെ വർക്കുന്നത്? PCR എന്ന് പറയുന്നത് ഒരു സിറോക്സ് മെഷീൻ ആണ്. സിറോക്സ് മെഷീൻ ആണ് സങ്കല്പി. അപ്പൊ നമുക്ക് സിറോക്സ് മെഷീൻ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും ഉണ്ട്, ഒരു ആധാർ കാർഡ്, നമുക്ക് എക്സാമ്പിൾ പറയാം. ആധാർ കാർഡ്, നമുക്ക് അതിന്റെ കോപ്പീസ് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മോളിക്കുലാർ ലെവലിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് DNA നടക്കുന്ന നോക്കും. DNA നമുക്ക് അറിയുന്ന ഈ ഒരു ശ്രേണിയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക എന്നതാണ് PCR വഴി ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഒരു ഇൻസ്ട്രുമെന്റ് കോൾഡ് തെർമോസൈക്ലർ. തെർമോസൈക്ലർ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ച് സമയത്തിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാക്കി മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക. അപ്പോൾ PCR എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, സിറോക്സ് മെഷീൻ മേക്കിംഗ് കോപ്പീസ് ഓഫ് വാട്ട്? ഹിയർ ഇസ് DNA. ഓക്കെ, DNAയുടെ അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് DNAയുടെ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് കുറച്ചൊന്ന് ടെക്നിക്കലാണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഡബിൾ സ്റ്റാൻഡ് DNA നമ്മൾ സിംഗിൾ സ്റ്റാൻഡ് DNA ആക്കി മാറ്റുന്നു. എന്താണ് സിംഗിൾ സ്റ്റാൻഡ്? രണ്ട് ശ്രേണിയുള്ളതിനെ പിരിച്ച് 1 ആക്കി മാറ്റുന്നു. എങ്ങനെ? 94 to 98 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നു. ഡബിൾ സ്റ്റാൻഡ് DNA ഇറ്റ്സ് ബിക്കം നൗ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ഇവരെ ടെമ്പറേച്ചർ കൊടുത്ത് സെപ്പറേറ്റ് ആക്കി. ഓക്കെ, നെക്സ്റ്റ്, ഇത് കുറച്ചൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പാണ്. ഓക്കെ, പ്രൈമർ അനീലിംഗ്, പുതിയ വേർഡാണ് അല്ലെ. പ്രൈമർ എന്താണ്? പ്രൈമർ പ്രോബ് എന്ന് പറയും. ഒലിഗോ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്നൊക്കെയാണ് സയൻസിൽ പറയും. ഒന്നുമില്ല, ഒരു ATT എന്ന് കാണാൻ ലെറ്റേഴ്സ് ഉണ്ടല്ലേ, അതേപോലെ കുറച്ചൊരു 15 to 25 ലെറ്റേഴ്സ് വരുന്ന ഒരു ചെറിയ ഫ്രാഗ്മെന്റ്, ചെറിയൊരു കഷ്ണം പ്രൈമേഴ്സ്. അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ? നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ മോളിൽ കാണുന്ന സീക്വൻസ് നമുക്കറിയാം, AATT. അപ്പൊ പ്രൈമർ ഡിസൈൻ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് എന്താവും? T
ടിയുടെ സ്ഥാനത്ത് എ, ജിയുടെ സ്ഥാനത്ത് സി, അങ്ങനെ നമുക്ക് അവിടെ അറിയാം അവിടെ നോൺ സീക്വൻസ് എന്നാണ്. അപ്പൊ നോൺ സീക്വൻസ് ആണ്, അപ്പൊ നമുക്കത് അറിയാം ഏതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെറിയൊരു പ്രൈമർ നമ്മളനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നു. അതിനൊപ്പം ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകളുണ്ട്, നമുക്ക് അതിലേക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആകുന്നു പോകുന്നില്ല. അപ്പൊ ഒരു പെയർ ഓഫ് പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും. അപ്പൊ ഒന്ന് മുകളിലും ഒന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോയി അറ്റാച്ച് ആവുന്നത്. എന്തുകൊണ്ടാണ് അറ്റാച്ച് ആവുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, കാരണം നമുക്ക് നോൺ സീക്വൻസ് അറിയാവുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രൈമർ ഡിസൈൻ ചെയ്തത്. മറ്റു പല കെമിക്കൽസും ഉടനെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൈമർ അനീല് ചെയ്യണം, അവിടെ അത് ജോയിൻ ചെയ്തു. അനീല് ചെയ്യുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് അവിടെ അനീല് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? അപ്പൊ നമ്മൾ 94-98 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ നല്ല കുറച്ച് 50 to 68 അത് വേരി ചെയ്യും. അത് ഏതാണോ സീക്വൻസ് എന്നുള്ളത്, ഏതാ ശ്രേണി, അതിനനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചപ്പോൾ അത് അനീലാവുന്നു, അവിടെ ജോയിൻ ആവുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇലോങ്ങേഷൻ. പിന്നെ പോളിമറൈസ്, DNA പോളിമറൈസ് എന്ന് പറയും. ഇവിടെ ഒരു സ്പെഷ്യൽ പോളിമറൈസ് ആണ്, ഒരു എൻസൈം, ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ലെറ്റേഴ്സ് ഇൻ ദ സെൻസ് ന്യൂക്ലിയോടൈഡ്സിൽ ഇട്ട് കൊടുക്കുന്നു. അവിടെ അതിങ്ങനെ കംപ്ലീറ്റ് ജോയിൻ ആയി പോകുന്നു. ദ ഫൈനൽ സ്റ്റെപ്പ്, നൗ വി ഹാവ് 2 DNA. ഹോപ്പ് you're clear with that. Okay, ഒരു DNA, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്കിപ്പോൾ 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA, 1 it's become 2. ഓക്കെ, അപ്പൊ ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ്, ഇലോങ്ങേഷൻ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് PCR സൈക്കിൾ. എന്താണ് ഈ PCR സൈക്കിൾ? ടെൻഷൻ ആവണ്ട, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ, ഡബിൾ സ്റ്റാൻഡ് DNA എന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ഇലോങ്ങേറ്റ് ചെയ്ത് 2 എണ്ണായി, 1 is become 2. ഈ ഒരു ഒരെണ്ണിനെ അടുത്തത് ഒരു മൾട്ടിപ്പിൾ കോപ്പി ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെ സൈക്കിൾ എന്ന് വിളിക്കും. ഇവിടെ 1 രണ്ടാവുന്നത് സൈക്കിൾ 1, 2 ബിക്കംസ് എന്താവും 4, 2 is become 4, 4 become 8. സോ ബേസിക് അങ്ങനെ 8, 16, 32 it goes on. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഒരു മാത്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ അപ്പോൾ 2 to the power n, എക്സാക്ട്ലി 2 to the power n. അപ്പൊ ഇതിന് ഈ സൈക്കിളായിട്ട് നമ്മൾ കണക്കും. സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ 3, സൈക്കിൾ 4. ഈ PCR സൈക്കിൾ ഒന്ന് റിമെമ്പർ ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 സ്ലൈഡുകളായിട്ട് എന്താണ് ചെയ്തതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെരി ക്വിക്ക്ലി നമുക്കൊന്ന് റിമെമ്പർ ചെയ്യാം. ഓക്കെ, RT, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. വാട്ട് ഈസ് ദാറ്റ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്താണ് അവിടെ ചെയ്യുന്നത്? RNA to DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA to ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, PCR എന്ന് പറഞ്ഞാൽ കോപ്പീസ്. അപ്പൊ നമ്മുടെ സിറോക്സ് മെഷീൻ വരട്ടെ, കോപ്പീസ് ഓഫ് DNA. PCR cycle, 1 is become 2, 2 is become 4, it's goes on. Okay, അതാണ് PCR cycles. Okay, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? Let's see. സോ ഇപ്പൊ നമുക്ക് RT എന്താണെന്ന് മനസ്സിലായി, PCR മനസ്സിലായി. സോ നമുക്ക് രണ്ടും കൂടി RT PCR ആക്കാൻ പോകണം. ഓക്കെ, റിയൽ ടൈം PCR, RT PCR എന്ന് റിയൽ ടൈം PCR എന്ന് അറിയപ്പെടുന്നത്. കുറച്ചു മുമ്പല്ലേ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR എന്ന് പറഞ്ഞത്, ഹൗ ഇറ്റ്സ് ബിക്കൻ നൗ ആ റിയൽ ടൈം. അതെ, റിയൽ ടൈം നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞാലും അവിടെ ശരിയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞാലും റിയൽ ടൈം നമുക്ക് ബോത്ത് ക്യാൻ ബി യൂസ്ഡ്, ബിക്കോസ് റിയൽ ടൈം ആൻഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ബോത്ത് RT is the short form. ഓക്കെ, എന്താണ് റിയൽ ടൈം മാനർ? അതായത് ഓരോ സൈക്കിളിലും നമുക്ക് DNA, ഓരോ സൈക്കിളിലും നമ്മൾ അതിനെ അസസ് ചെയ്തുകൊണ്ടിരിക്കണം, അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ റിയൽ ടൈം മാനർ എന്ന് പറയുന്നത്. ഇതിനെ ഓൾസോ ക്വാണ്ടിറ്റേറ്റീവ് PCR എന്ന് വിളിക്കും. കൺഫ്യൂഷൻ ആയോ? ഇല്ല, പേടിക്കണ്ട. RT എന്ന് പറയുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വെച്ചിട്ടുള്ള അവിടെ RNA DNA ആക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. ഇതെല്ലാം റിയൽ ടൈമിൽ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റിയൽ ടൈം എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ക്വാണ്ടിഫൈ, നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നുണ്ട് എത്ര DNA എന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് PCR എന്നുള്ളത്. ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയി, ഇതിൽ ഈ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. റിയൽ ടൈം മാനർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ then everything will be clear. Okay, so what is real time manner? Quantifying the DNA based on light intensity. Light intensity ഒരു സിഗ്നൽ ആണ്. ലൈറ്റ് ഇന്റൻസിറ്റി ആണ് ഇവിടെ സിഗ്നൽ in each PCR cycles. Remember what is PCR cycle. Okay, DNA ക്വാണ്ടിഫൈ ചെയ്യാണ് PC ഓരോ സൈക്കിളിലും. എന്താണ് PCR സൈക്കിൾ? 1 is become 2, 2 is become 4, 2 to the power n. Okay, now I think clear. എങ്ങനെയാണ് ലൈറ്റ് അവിടെ വരുന്ന ഇന്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് കുറച്ച് ബേസ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ബട്ട് ആക്ച്വലി ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഫ്ലൂറസെന്റ് ലൈറ്റ് വെച്ച് അവർ ഡൈസ് ഒക്കെയാണ് അതിൽ യൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഓക്കെ, സോ DNA ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എയോട്ടോയിലെ പപ്പുചേട്ട ഓർക്കുക, നമ്മൾ സാധാരണ നോട്ട് എണ്ണിയിട്ടാണെങ്കിൽ പപ്പുചേട്ടൻ ഞാൻ വെയിറ്റ് ചെയ്ത് അതിൽ 2000 ഉണ്ടാവും എന്ന് പറയുന്ന സീൻ ഓർമ്മയില്ല. ഓക്കെ, അത് പപ്പുചേട്ടന്റെ വേ ഓഫ്
ക്വാണ്ടിഫൈയിങ് ആണ്. അതേപോലെ അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ബേസ്ഡ് ഓൺ ലൈറ്റ് ഇന്റൻസിറ്റി ആണ് ഇവിടെ DNA ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ബേസിക് കോൺസെപ്റ്റുകളിലേക്ക് വന്നു. ഇനി നമുക്ക് നമ്മുടെ വില്ലനിലേക്ക് വരാം അല്ലെ. SARS-CoV-2 COVID-19 എന്നുള്ള അസുഖം വരുന്നുള്ള വൈറസ് ആണ്. ഇവന്റെ ജനറ്റിക് മെറ്റീരിയൽ, ഇദ്ദേഹത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. ഓക്കെ, RNA സിംഗിൾ സ്റ്റാൻഡേർഡ്, ജസ്റ്റ് റിമെമ്പർ. ഓക്കെ, RNA will convert to DNA using റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസേഷൻ. യെസ്, നമ്മൾ ഓൾറെഡി ഇത് ലേൺ ചെയ്ത് കഴിഞ്ഞു അല്ലെ. DNA ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? RT. യെസ്, നൗ ഇത് RT-PCR എന്താണെന്നുള്ളത് കോറിലേറ്റ് ചെയ്യുക അല്ലെ. എന്തുകൊണ്ടാണ് RT-PCR യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഒരു പോയിന്റും കൂടി ഉള്ളത്. അപ്പോൾ RNA will convert to DNA. So viral RNA has become now viral DNA and it's making copies. ഓക്കെ, PCR ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. PCR പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ PCR കോപ്പി ഉണ്ടാക്കും, പക്ഷെ അതിന് ടെംപ്ലേറ്റ്, അതിന്റെ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഇറ്റ് ഷുഡ് ബി ഡബിൾ സ്റ്റാൻഡ് DNA ആയിരിക്കണം, അല്ലെങ്കിൽ DNA ആയിരിക്കണം. അപ്പൊ ഇതിന്റെ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ വൈറസ് വൈറൽ RNA ആയതുകൊണ്ട് നമ്മൾ RNA DNA ആക്കി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ കോപ്പീസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ എന്തിനാണ് ഇപ്പോഴും കോപ്പീസ് ഉണ്ടാക്കുന്നത്? കം ഓൺ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ്. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അപ്പൊ നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം. ആദ്യം എനിക്ക് ഇതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കണം. അപ്പൊ എനിക്ക് തോന്നി എനിക്കൊന്ന് RT-PCR ചെയ്യണം. ഞാൻ ചെന്നു, അവരെന്റെ സ്വാബ് കളക്ട് ചെയ്തു. നേസൽ സ്വാബ് കളക്ട് ചെയ്തു. അതിന് അവർ സ്റ്റോർ ചെയ്ത് അവർ RNA എക്സ്ട്രാക്ട് ചെയ്തു. RNA അവർ PCR ഉപയോഗിച്ച് DNA ആക്കി, വൈറൽ DNA ആക്കി കോപ്പീസ് ഉണ്ടാക്കി. ഇപ്പൊ എന്താണ്? RT-PCR will help to increase the amount of viral DNA to quantify. Yes, നമ്മൾ അത് ഓൾറെഡി ഇറ്റ്സ് വാട്ട് വി ലേൺ സോ ഫാർ. സോ ഇവിടെ ഒരു പുതിയ ടേമാണ് CT വാല്യൂ. എന്താണ് CT വാല്യൂ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, CT വാല്യൂ എന്ന് പറയുന്നത് സൈക്കിൾ ത്രെഷോൾഡ് വാല്യൂ. ഹൗ മെനി സൈക്കിൾസ് ഈസ് നെസസറി ടു ഡിറ്റക്ട് ക്വാണ്ടിഫയബിൾ എമൗണ്ട് ഓഫ് വൈറൽ ജനറ്റിക് മെറ്റീരിയൽ. മനസ്സിലായോ? CT വാല്യൂ എന്താണ് നമ്മളോട് പറയുന്നത് വെച്ചാൽ എത്ര സൈക്കിൾ കഴിയുമ്പോഴാണ് ലോഡ് ഓഫ് വൈറൽ RNA അല്ലെങ്കിൽ വൈറൽ DNA നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കൊറോണ വൈറസ്, ഒരു വൈറസ്, ഈ കൊറോണ വൈറസ് നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് വളരെ വളരെ എമൗണ്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ഉണ്ട് എന്ന് കാണിക്കാൻ നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യണം. ഒന്ന് അളക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് വേണം. ആ എമൗണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് RT-PCR അല്ലെങ്കിൽ നമ്മൾ PCR വെച്ച് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ CT വാല്യൂ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഹൗ മെനി സൈക്കിൾ ഈസ് നെസസറി ടു ഡിറ്റക്ട്, എത്ര സൈക്കിൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള DNA, അളക്കാനുള്ള DNA നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നതാണ് CT വാല്യൂ. ഓക്കെ, അപ്പോ CT വാല്യൂ, അടുത്തൊരു CT വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈറൽ ലോഡ്, which means the lower the number, higher the viral load. പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇൻവേഴ്സലി CT വാല്യൂ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വൈറൽ ലോഡ് കൂടുന്നതിനനുസരിച്ച് CT വാല്യൂ കുറയും. ഇനിയാണ് നമ്മുടെ ടെസ്റ്റിന്റെ റിസൾട്ടിലേക്ക് നമ്മൾ അതിനെ മാറ്റും. ടെസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. PCR cycle, just remember 1 become 2, 2 become 4, it goes on and 2 to the power n. അതങ്ങനെ ഓരോ സൈക്കിൾ ആണെന്ന് പറഞ്ഞു. സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ 3 അങ്ങനെ മനസ്സിലായി. അപ്പോൾ കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ICMR നിലയ്ക്ക് അത് പല മാറ്റങ്ങളുണ്ട് എങ്കിലും വാല്യൂ ഇസ് ബിലോ. CT വാല്യൂ എന്ന് പറയുന്നത് 35-നേക്കാളും കുറവാണ്. എന്താണ് ഈ കുറവ് എന്നുള്ളത്? അപ്പൊ ആള് പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഈ കുറവെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ പ്ലീസ്. CT വാല്യൂ എന്ന് പറയുന്നത് 35. നമുക്കൊരു എക്സാമ്പിൾ പറയാം, 25. അപ്പോൾ 35 സൈക്കിള്, അതായത് PCR സൈക്കിൾ 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ടോ. PCR സൈക്കിൾ 35 സൈക്കിളിനുള്ളിൽ തന്നെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെ RNA ഇവിടെ PCR ഉള്ളതുകൊണ്ട് വൈറൽ DNA നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ഈ 35 സൈക്കിളിനുള്ളിലെ തന്നെ. സോ അത്യാവശ്യം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വൈറൽ ലോഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ദാറ്റ് പേഴ്സൺ ഇസ് കോവിഡ് പോസിറ്റീവ്. കോവിഡ് നെഗറ്റീവ് എന്നൊരു വാല്യൂ ഇസ് ഓവർ 35 സൈക്കിൾ കഴിഞ്ഞിട്ടും അവിടെ 35 സൈക്കിൾ കഴിഞ്ഞിട്ടും കോവിഡ് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല, ക്വാണ്ടിഫൈ ചെയ്യാനുള്ള വൈറൽ എമൗണ്ട് കൂടി ഇല്ല. അപ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കാൻ നമുക്ക് അടുത്തൊരു മനസ്സിലാക്കാം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. പേഴ്സൺ എ അന്വേഷണം നൽകിയ ഒരു പേര് വിട്ടു വിളിക്കാം. അയാളുടെ CT വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. പേഴ്സൺ ബി എന്ന് പറയുന്ന ആളുടെ ബിനീഷ് ഒരു നെയിം. ഓക്കെ,
റാൻഡം നെയിം. CT വാല്യൂ എന്ന് പറയുന്നത് 25 25ആണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതിൽ? യെസ്, ഒബിയസ്ലി രണ്ടുപേരും പോസിറ്റീവാണ് അല്ലെ? കാരണം 35 സൈക്കിളിനുള്ളിലാണ്. എ എന്ന് പറയുന്ന ആൾക്ക് 20 സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ 20 PCR സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള DNA, ഐ മീൻ വൈറൽ DNA കിട്ടി അല്ലെ? അപ്പോൾ ഈസ് പോസിറ്റീവ്. മറ്റേ ആൾക്ക് 25 സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ വൈറൽ DNA, ഐ മീൻ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടി. അപ്പൊ പോസിറ്റീവ്, രണ്ടാളും പോസിറ്റീവ് ആണ്. ഇതൊന്ന് CT വാല്യൂ വെച്ച് നമുക്ക് ഈ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് കാണുമ്പോൾ തോന്നാം പേഴ്സൺ എ ആണ് 20 സൈക്കിൾ ആകുമ്പോഴേക്കും, അപ്പോൾ അയാളാവും കുറച്ചുകൂടി ഈസ് മോർ എന്താ പറയുക സിവിയർ കേസ് അയാൾക്കാവും, മോർ ഇൻഫെക്ഷൻ അയാൾക്കാവും എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാം കമ്പയർഡ് ടു ബി ദ പേഴ്സൺ ഹൂസ് ഹാവിങ് മീൻ ദാറ്റ് 20 സൈക്കിൾ കഴിഞ്ഞപ്പോൾ ഈ ലോഡ് കമ്പയർഡ് ടു ബി എന്നുള്ള പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ വൈറൽ ലോഡ് അധികമാണ്. പക്ഷെ ഇയാളുടെ ഇൻഫെക്ഷൻ, ഇയാളുടെ എന്താണ് ഇയാളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് നമുക്കതിൽ പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ CT വാല്യൂ പറയുന്നത് എത്ര സൈക്കിൾ കഴിയുമ്പോഴാണ് ഇയാളുടെ ശരീരത്തിലെ വൈറൽ ലോഡ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ ആക്ച്വലി പറയുന്നുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ് RT-PCR ഇത്രയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആവുന്നത് നമ്മുടെ കോവിഡ് ടെസ്റ്റിന് എന്നുള്ളത് നമുക്കൊന്നും, അത് വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ പഠിച്ച കോപ്പി ചെയ്യുന്ന സമയത്ത് പ്രൈമർ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് അറിയാം. നമ്മൾ ആദ്യം ചെയ്യുക ഏത് കൊറോണ വൈറസ്, ആ വൈറസിന്റെ കംപ്ലീറ്റ് ജനറ്റിക് അല്ലെങ്കിൽ ഒരു സീക്വൻസിങ് എന്നാണ് വേർഡ് ഉപയോഗിക്കുക. കംപ്ലീറ്റ് അയാളുടെ ജാതകം മുഴുവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ സീക്വൻസിനനുസരിച്ച് നമ്മൾ പ്രൈമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സീക്വൻസ് അവിടെ പോയി ബൈൻഡ് ആവുള്ളൂ. ബൈൻഡ് ആയി കഴിഞ്ഞിട്ട് ഇത് പ്രൈമർ ബൈൻഡ് ആവുള്ളൂ. പ്രൈമർ ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ പെയർ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാവൂ. അപ്പോൾ അത് പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ബൈൻഡ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് RT-PCR ഇറ്റ്സ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതുവരെ മനസ്സിലാക്കിയെന്നുള്ളത് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ജനറ്റിക് മെറ്റീരിയൽ ഓർക്കുക, DNA RNA, DNA ഡബിൾ സ്റ്റാൻഡേർഡ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, DNA RNA ആവുന്നു, RNA പ്രോട്ടീൻ ആവുന്നു. നമ്മുടെ കാര്യത്തിൽ RNA പ്രോട്ടീൻ ആക്കുന്നത് വൈറസുകളുടെ കാര്യത്തിൽ, ഇവിടെ എസ്പെഷ്യലി കോവിഡ് പരത്തുന്ന SARS-CoV-2 എന്ന് പറയുന്ന വൈറസിന്റെ കാര്യത്തിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, നേരെ ഓപ്പോസിറ്റ് എന്താണ്, RNA DNA ആക്കുന്നു. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റഡ് ആ എൻസൈം ഉപയോഗിച്ചാണ് RNA DNA ആക്കുന്നത്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, സിറോക്സ് മെഷീൻ വരട്ടെ, മേക്കിംഗ് കോപ്പീസ് ഓഫ് വാട്ട് ഹിയർ, മേക്കിംഗ് കോപ്പീസ് ഓഫ് DNA. ഓക്കെ, റിയൽ ടൈം എവരിത്തിങ് വി ആർ, നമുക്കിതെല്ലാം റിയൽ ടൈമിൽ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ബേസ്ഡ് ഓൺ ലൈറ്റ് ഇന്റൻസിറ്റി വി ആർ ക്വാണ്ടിഫൈങ് ദ DNA. ഓക്കെ, പ്രൈമർ നമ്മൾ പറഞ്ഞു, പ്രൈമർ വന്ന് ഷോർട്ട് ഒരു 10, 15, 25 ന്യൂക്ലിയോട്ടൈഡ്സ് നീളമുള്ള ചെറിയൊരു ഫ്രാഗ്മെന്റ് ആണ്. അത് ഇനീഷ്യേറ്റ്, അത് പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന സീക്വൻസിൽ അതിന് പിന്നെയാണ് എന്ത് ഇലോങ്ങേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത്. PCR സൈക്കിൾ 1 is become that whole process is called cycle 1, cycle 2, അതായത് 1 is become 2, 2 is become 4, ഇങ്ങനെ പോകുന്നു. CT വാല്യൂ എന്ന് പറയുന്നത് മനസ്സിലായി. ക്വാണ്ടിഫൈ ചെയ്യാൻ എത്ര PCR സൈക്കിൾ കഴിയുമ്പോഴാണ് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള DNA നമ്മളിലേക്ക് എത്തുന്നതിനനുസരിച്ചാണ് CT വാല്യൂ കണക്കാക്കുന്നത്. എത്ര സൈക്കിൾ കഴിയുമ്പോൾ ആ CT വാല്യൂന്റെ ബേസ്ഡ് ആണ് RT-PCR ദ പേഴ്സൺ ഹു ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിലൊരു എറർ വരാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. കാരണം എറർ വരാൻ പിന്നെയും ഒരു കാരണം ഹ്യൂമൻ എറർ എന്ന് പറയുന്നത്, ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം നടക്കുന്നത് ഒരു 25 മൈക്രോ ലിറ്ററൽ ട്യൂബിന്റെ ഉള്ളിലാണെന്ന് ആലോചിക്കുമ്പോൾ കിളി പറക്കും അല്ലെ? അത്രയും ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് റിസർച്ചേഴ്സും സയന്റിസ്റ്റുകളും നമ്മൾ ഇത് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ സാമ്പിൾ എടുത്താൽ 24 hours കഴിഞ്ഞിട്ടേ കിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും എന്തിപ്പോ 24 മണിക്കൂറൊക്കെ എന്തിനാ? അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള, അത്രയും കെമിക്കൽസും മറ്റുള്ള ഉപയോഗിച്ച് അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനം. അപ്പോൾ ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന്റെ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം പൈപ്പറ്റ്സ് എന്ന് പറയും, അതെല്ലാം വെച്ചിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. അതിൽ വരുന്ന ചെറിയ ചെറിയ എററുകളാവും. കാരണം ചെറിയ ഒരു തുള്ളി എന്ന് പറയാൻ പറ്റില്ല. 25 മൈക്രോലിറ്റർ എന്ന് പറഞ്ഞാൽ 0.025 ml ഒക്കെയാണ്. അപ്പോൾ ഇത് 25 എന്ന് പറയുന്നത് സാധാരണ ഒരു ജനറൽ പ്രൊസീജിയറിലെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിനും കുറവായിരിക്കാം ചിലപ്പോൾ. ഇതിനൊക്കെ ആഡ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ എററുകൾ. അല്ലാണ്ട്
നെഗറ്റീവ് റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അതായത് നെഗറ്റീവായിട്ട് ഒരിക്കലും പോസിറ്റീവായി കാണിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ബേസിക് സെൻസ് ആണ്. വേറെ കാരണം വെച്ചാൽ അവിടെ സീക്വൻസ് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബൈൻഡ്, ഇറ്റ് വിൽ നോട്ട് മേക്ക് കോപ്പീസ്, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ പറയുന്നത് ഇൻഅക്യുറേറ്റ് കളക്ഷൻ ഓഫ് സാമ്പിൾസ്. അതിന് നമ്മൾ പറയുന്നത് കളക്ഷൻ സാമ്പിൾ കളക്ഷന്റെ ഇൻഅക്യുറസിയുടെ ഒരു കാരണം വരുന്നത്. പിന്നെ സാമ്പിൾ സ്റ്റോറേജ്, ഇത് ചിലപ്പോൾ ഒരു ഡിലേ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കലി വി ആർ സ്പീക്കിംഗ് ഫ്രൈഡേ സാമ്പിൾ എടുത്ത് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ചെയ്യാൻ പറ്റാണ്ട് മൺഡേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിൽ എറർ വരാനുള്ള ചെറിയ ചെറിയ സാധ്യതകൾ. അതർവൈസ് RT-PCR ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ആന്റിജൻ എന്നൊക്കെ പറയുന്നത്, ആന്റിജൻ ടെസ്റ്റിനെ എന്തുകൊണ്ടാണ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആന്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്കാണ്. അതായത് പ്രോട്ടീൻ, അത് ആന്റിജൻ ആന്റിബോഡി ആ ഒരു ഇന്ററാക്ഷന്റെ ബേസിലാണ്. അപ്പോൾ അതൊരു കളർ ചേഞ്ചിലേക്കാണ് ആ സ്ട്രിപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ വൈറൽ ലോഡ് കുറവായിരിക്കുമ്പോൾ അതിൽ പോയി ബൈൻഡ് ചെയ്യണമെന്നില്ല, കളർ ചേഞ്ച് വന്നുള്ളന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ആന്റിജൻ നെഗറ്റീവ് ആയിട്ട് RT-PCR പോസിറ്റീവ് ആയത്. ബേസിക് ഇതാണ് അതിന്റെ പ്രോപ്പർ റീസൺ ആക്ച്വലി. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ക്ലിയർ ആയി എന്നൊരു ജനറൽ ഐഡിയ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഫോർ സ്റ്റുഡൻസ്, നമ്മൾ സയൻസ് എസ്പെഷ്യലി സയൻസ് സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാനുള്ളത്. കുറച്ചും കൂടി അതിന്റെ ബേസിക് സയൻസിനെ കുറിച്ച് നിങ്ങൾ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് സയൻസ് മാത്രം സംസാരിച്ച് നമുക്കൊരു സെഷൻ ചെയ്യാം. അപ്പോൾ പ്രൈമർ ഡിസൈനിങ്, പ്രൈമർ എങ്ങനെയാണെന്നുള്ള അതിന്റെ കംപ്ലീറ്റ് RNA DNA നമ്മളിപ്പോൾ സ്ട്രക്ചർ വൈസേ പറഞ്ഞു, അതിന്റെ ബാക്കിയുള്ള വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് എവ്രിവൺ. ബ്രദേഴ്സ് വായനശാലയുമായിട്ട് ഇപ്പം നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അടുത്ത് നമുക്ക് N95 മാസ്കുകളെ കുറിച്ച് അങ്ങനെ അത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ചുള്ള സെഷൻസ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച്.